എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. കർക്കിടക മാസം ആരംഭിച്ചു, രാമായണ മാസമാണ്. അപ്പോൾ എല്ലാവരും അമ്പലത്തിലൊക്കെ പോയിട്ട് നല്ല ഐശ്വര്യമായിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് ഈ രാമായണ മാസം, അതായത് കർക്കിടക മാസം കാണുമ്പോൾ അല്ലെങ്കിൽ വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ അമ്മമ്മയെ പറ്റിയാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. അതിന് മുമ്പായിട്ടൊരു കാര്യം പറയട്ടെ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ പുതിയൊരു കാര്യം കൂടി വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോയുടെ കമൻറ്റിൻ്റെ അടുത്തായിട്ട് കമൻറ്റിനോട് ചേർന്ന് തന്നെ പെട്ടെന്ന് നമുക്ക് ഹൈപ്പ് ദിസ് വീഡിയോ എന്ന് കാണാൻ പറ്റും. അവിടെ ഹൈപ്പ് എന്നുള്ള സ്ഥലത്തൊന്നും ഞെക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ പോയിൻറ്റ്സ് കിട്ടും കേട്ടോ. എല്ലാ യൂട്യൂബേഴ്സിനും ഗുണമുള്ള കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കും കിട്ടും. അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നിങ്ങളങ്ങനെ ഹൈപ്പ് ഞെക്കിയിട്ട് പോയിൻറ്റ്സൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയാൽ മനസ്സിലാവും, കമൻറ്റിൻ്റെ അവിടെ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ കർക്കിടക മാസമാകുമ്പോൾ എനിക്ക് എൻ്റെ അമ്മമ്മയെ ഓർമ്മ വരുമെന്ന് പറയാൻ കാരണം, ഞാനും എൻ്റെ അമ്മമ്മയും തമ്മിൽ വളരെയധികം അടുത്ത ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയേക്കാളേറെ ഞാൻ എൻ്റെ അമ്മമ്മയായിട്ടായിരുന്നു കൂട്ടിട്ട്. അത് പറയുകയാണെങ്കിൽ വലിയൊരു വീഡിയോ ആവും, അതുകൊണ്ട് വളരെ ചുരുക്കി പറയാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ ശ്രീഭഗവതിക്ക് വയ്ക്കും, ജ്യേഷ്ഠ ഭഗവതിയെ ഓടിക്കും എന്നൊക്കെയാണ് ഒരു സങ്കല്പം. മുക്കൂറ്റിയും ഈ ചെടികളൊക്കെ കാണുമ്പോൾ എന്താ പറയുക, മുയൽ ചെവിയൻ, പൂവാങ്കുരുന്നില, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ അമ്മമ്മയെ ഓർമ്മ വരിക. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതെല്ലാം ശേഖരിക്കാൻ പല സ്ഥലത്തും പോണതും. അമ്മമ്മയ്ക്ക് ദശപുഷ്പം മുഴുവനും വേണം കേട്ടോ. 3 4 ഒന്നും കിട്ടിയ അമ്മമ്മയ്ക്ക് ഇഷ്ടമില്ല. പണ്ടൊക്കെ എല്ലാം കിട്ടുമായിരുന്നു. ഇപ്പം നെൽപ്പന, എന്താ പറയുക, ഉഴിഞ്ഞൊന്നും കാണാൻ പോലും ഇല്ല കേട്ടോ. ഉഴിഞ്ഞ് തപ്പി ഞാനും അമ്മമ്മയും കൂടി വളരെ വലിയ ദൂരം നടന്ന് പറമ്പിലൊക്കെ പോയി അന്വേഷിച്ച് കൊണ്ടുവന്നതൊക്കെ എനിക്ക് ഓർമ്മ വരും കേട്ടോ. എൻ്റെ അമ്മമ്മ പഴയ മുറം, ചൂല്, അതെല്ലാം പഴയതെല്ലാം കളയും, പുതിയത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവില്ല. പണ്ട് ചൂരലിൻ്റെയൊക്കെ മുറാണല്ലോ, അതൊക്കെ ഒരാൾ നമുക്ക് കൊണ്ടുവന്ന് തരും. അപ്പോൾ അതെല്ലാം എടുത്ത് വീടിന് ചുറ്റും നടന്ന് ജ്യേഷ്ഠാഭഗവതി, ചേട്ടാഭഗവതി എന്ന് പറയാം അമ്മമ്മ, ചേട്ടാഭഗവതി പുറത്ത്, ശ്രീഭഗവതി അകത്ത് എന്ന് പറഞ്ഞ് നടന്ന് അതെല്ലാം കൊണ്ടുപോയി കളഞ്ഞ് കത്തിച്ച് വീടെല്ലാം അടിച്ച് വൃത്തിയാക്കി വിളക്കൊക്കെ വയ്ക്കും. സംക്രമം തുടങ്ങുമ്പോൾ വിളക്കൊക്കെ കത്തിച്ച് ശ്രീഭഗവതിക്ക് വയ്ക്കും. ദശപുഷ്പം, രാമായണം, അങ്ങനെ എല്ലാം കൂടിയിട്ട് അഷ്ടമംഗല്യമൊക്കെ കൂടിയിട്ട് വെക്കും. അത്ര ഒരു നല്ല ഐശ്വര്യത്തോടെയായിരുന്നു അന്നൊക്കെ കേട്ടോ. ഈ കാണുന്ന ചെടി കണ്ടോ, ഇത് പറമ്പിലൊക്കെ പണ്ടുണ്ടാവുമായിരുന്നു. അതൊരു ഷാമ്പു പോലെ ഇങ്ങനെ ഞെക്കുമ്പോൾ വരും. അതിന് ചണ്ണ ചാവാൽ, അത് വെച്ചിട്ടാണ് ജേഷ്ഠാഭഗവതി അടിച്ചോടിക്കുക കേട്ടോ. അങ്ങനെയൊക്കെയായിരുന്നു സങ്കല്പങ്ങൾ. അതൊക്കെയാണ് ഓർമ്മ വരും കേട്ടോ. കർക്കിടക മാസമായി അപ്പം എനിക്ക് അമ്മമ്മയെ ഓർമ്മ വരും. അമ്മമ്മയെ അപ്പോഴെല്ലാം ഓർമ്മ വരും, എന്നും ഓർമ്മ വരും. എല്ലാ ദിവസവും ഞാൻ അമ്മമ്മയെ പറ്റി മനസ്സിൽ ഓർത്തു ആ ഫോട്ടോ നോക്കിയിട്ടൊക്കെ കേട്ടോ. എന്നും എനിക്ക് ആ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ കിടക്കും. നല്ല സന്തോഷവും ദുഃഖമൊക്കെ നൽകണ ഓർമ്മകൾ. കാരണം ദുഃഖം എന്ന് വെച്ചാൽ ഇപ്പോൾ അമ്മമ്മ കൂടെ ഇല്ലല്ലോ. സന്തോഷം എന്ന് പറയുമ്പോൾ അന്നത്തെ ഓർമ്മകൾ, ഞങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്ക് പോയതും, അമ്മമ്മ വലിയൊരു സിനിമാ പ്രേമിയായിരുന്നു. സിനിമയ്ക്ക് പോയതും അമ്പലത്തിൽ പോയതും എപ്പോഴും ഞാൻ അമ്മമ്മയെ തന്നെയാണ് കൂട്ടിട്ട്. ബുക്ക് വായിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. എല്ലായിടത്തും മനോരമ, പണ്ട് അതൊക്കെയാണല്ലോ ബുക്കുകൾ. പിന്നെ ബാലരമ, അതൊക്കെ സംഘടിപ്പിച്ച് അമ്മമ്മയ്ക്ക് ഞാൻ കൊണ്ടുപോയി കൊടുക്കണതും ഞങ്ങൾ വായിക്കണതും അതൊക്കെയാണ്. അമ്മമ്മ എനിക്ക് കശുവണ്ടി എടുത്ത് ചുട്ട് തരണതും അതൊക്കെയാണ് ഓർമ്മ വരും കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഓർക്കും. അപ്പോൾ എനിക്ക് സങ്കടവും വരും, സന്തോഷം വരും. എപ്പോഴും ഞാൻ ഓർക്കും, അമ്മമ്മ ഒന്ന് കാണാൻ പറ്റിയെങ്കിൽ. മരിച്ച പോലെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അതാലോചിക്കുമ്പോൾ വലിയ സങ്കടം കേട്ടോ. എന്നെ വിട്ടുപോയി അവരെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ വരുമ്പോൾ തന്നെ, പറയുമ്പോൾ തന്നെ വല്ലാത്ത സങ്കടം വരും കേട്ടോ. പെട്ടെന്ന് എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. അതുകൊണ്ടൊന്ന് ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ പറയണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വളരെ ചെറിയ വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനത്തെ ഓർമ്മകളൊക്കെ ഉണ്ടാവില്ലേ. അച്ചമ്മ, അച്ഛൻ, മുത്തശ്ശൻ, അമ്മമ്മ, ഇവരൊക്കെ എല്ലാവരും എന്നോട് വളരെ നല്ല സ്നേഹത്തോടെ പെരുമാറിയ ആൾക്കാരാട്ടോ. അപ്പോൾ അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴും ചിലപ്പോൾ നമുക്ക് സന്തോഷവും നൽകും, ദുഃഖവും നൽകും കേട്ടോ. അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരിപ്പോൾ ഇല്ലല്ലോ കൂടെ, അതൊരു വല്ലാത്ത സങ്കടം തന്നെയാണ്. എങ്കിലും എന്നും അവരുടെ സ്നേഹം മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിട്ടിരിക്കുക. കർക്കിടക മാസമാണ്. വഴുക്കിയൊക്കെ വീടും മുറ്റമൊക്കെ നല്ല ഇതായി കിടക്കുകയായിരിക്കും. എൻ്റെ മോളിപ്പോൾ ഒന്ന് വഴുക്കി വീണിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതിൽ എല്ലാവർക്കും ടാറ്റാ.